നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ ഫോക്സ്വാഗൺ ടൈഗൂൺ ആണ്. ടൈഗൂൺ ഫോക്സ്വാഗണിൻ്റെ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനങ്ങളിലൊന്നാണ്. ഏറ്റവും മികച്ച ഒരു മിഡ് സൈസ് SUV എന്നുള്ള പേര് കേൾപ്പിച്ച വാഹനവുമാണിത്. 2021 തൊട്ട് ഏതാണ്ട് 15 ലക്ഷം യൂണിറ്റുകൾ വിറ്റ ടൈഗൂണിൻ്റെ ഫേസ് ലിഫ്റ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരാൻ സാധ്യത എന്ന് പറയുന്നത് നമ്മൾ അടുത്ത കാലത്ത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഫോക്സ്വാഗൺ ടൈറോൺ ആണ്. ടൈറോണിൻ്റെ രൂപത്തിലേക്കാണ് ഇപ്പോൾ ഈ ഒരു മിഡ് സൈസ് SUV മാറിയിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. മുൻഭാഗമൊക്കെ ഏതാണ്ട് അതുപോലെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നാളെ ഇതിൻ്റെ മീഡിയ ഡ്രൈവാണ്. ഇവിടെ നിന്ന് ജമ്മുവിലേക്കാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹയത്തിൻ്റെ മുന്നിൽ വെച്ചൊരു ചെറിയ വോക്കറുണ്ട്. എന്താണ് മാറ്റങ്ങൾ, പുതിയ വാഹനം വന്നപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് മാത്രമാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. ബാക്കി നമുക്ക് വിശദമായ ടെസ്റ്റ് ഡ്രൈവ് നാളെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മുൻഭാഗത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം മിസ്സായിരിക്കുന്നത് പഴയ ടൈഗൂണിലുണ്ടായിരുന്ന ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പ് പാടെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. തന്നെയല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആ ഗ്രില്ല് മാറിയിട്ട് വളരെ ഭംഗിയുള്ള ഒരു LED ലൈറ്റ് സ്ട്രിപ്പാണ് നമ്മൾ കാണുന്നത്. അവിടെ ഫുൾ ബ്ലാക്ക് ആക്കി കൂടെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. താഴെയായിട്ട് ഫോഗ് ലാമ്പ് പോയി കഴിഞ്ഞപ്പോൾ വലിയ ബമ്പറാണ് കാണുന്നത്. വലിയ എയർ ഡാമും ബമ്പറും കാണാം. കൂടാതെ ഇവിടെ സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും താഴെയായിട്ട് ലോവർ ലിപ്പ് പോലുള്ള ഒരു അലൂമിനിയം ഫിനിഷുള്ള ഭാഗവുമാണ് നമ്മൾ കാണുന്നത്. ഫോക്സ്വാഗണിൻ്റെ ഇലുമിനേറ്റഡ് ലോഗോയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ 37 ഡിഗ്രി ചൂടിൽ നിന്നുകൊണ്ട് ഞാൻ അഭിനയിക്കുന്നതുകൊണ്ട് നിങ്ങൾ കാണാൻ സാധ്യതയില്ല. നല്ല ചൂടാണെങ്കിൽ പോലും കേരളത്തിൽ അത്രയും ചൂടില്ല എന്നുള്ള മറ്റൊരു സത്യം കൂടിയാണ്. എന്തായാലും മുൻഭാഗം വളരെ ഭംഗിയുണ്ട്, വളരെ എലഗൻ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനം പ്രധാനമായിട്ട് കോമ്പറ്റ് നമുക്കറിയാമല്ലോ, ഹ്യുണ്ടായി ക്രെറ്റ പോലുള്ള വാഹനങ്ങളുമായിട്ടാണ്. അതുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പക്ക ഒരു യൂറോപ്യൻ സ്റ്റൈലിലേക്കാണ് ഇപ്പോൾ ടൈഗൂൺ മാറിയിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. ലൈറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ആ മനോഹരമായ പ്രൊജക്ടർ LED ലൈറ്റ് തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ ബോണറ്റിലെ ലൈനുകളൊക്കെ വളരെ പെർമനൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ മുൻഭാഗത്ത് പക്ക ആ ഒരു യൂറോപ്യൻ ഡിസൈനിലേക്ക് മാറിയിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇതിൽ കാണുന്നത് ആ ഒരു അലോയ് വീലിൻ്റെ ഡിസൈനിൻ്റെ ഒരു ചേഞ്ച് മാത്രമാണ് കാണുന്നത്. അത് സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷുമായിട്ട് മാറിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് മോഡലിൽ 17 ഇഞ്ച് ടയേഴ്സും തൊട്ട് താഴെ 16 ഇഞ്ച് ടയേഴ്സുമാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് പ്രൊഫൈലിലെ കട്ടുകളിലൊന്നും വലിയ വ്യത്യാസമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബോഡി ലൈനിലെ ആ കട്ടുകളൊക്കെ ആ ഒരു വളരെ പവൻ്റെ കട്ടുകളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റീൽ ഫിനിഷാണ് ഈ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. താഴെയായിട്ട് വലിയൊരു ക്ലാഡിങ് കാണാം. അതുപോലെ ഒരു റൂഫ് റെയിൽ, അതിന് സ്റ്റീൽ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിലൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ കാണാം. പക്ഷേ ഈ നഡാസിൻ്റെ ഫീച്ചേഴ്സൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ മറ്റ് വലിയ സെൻസേഴ്സോ ക്യാമറയോ നമുക്ക് അവിടെ കാണാനില്ല എന്നാണ് പറയേണ്ടത്. ഇവിടെ ഒരു ചെറിയ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ഈ ഒരു പിന്നിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നിലേക്ക് വരുമ്പോൾ പാടെ മാറ്റങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിൽ LED ആ ഒരു സ്ട്രിപ്പ്, അവിടെയും ഫോക്സ്വാഗണിൻ്റെ റെഡ് നിറത്തിലുള്ള ഒരു ഇലുമിനേറ്റഡ് ലോഗോ കാണാം. ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ചില എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ലൈറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ കാണുന്ന പല തരത്തിലുള്ള LED ആ ഒരു ലൈനുകളൊക്കെ രസകരമായിട്ടുണ്ട്. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പം ഭംഗിയായിട്ട് അതും വന്നിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ഏതൊരു വാഹനത്തിൽ ഇപ്പോൾ പുതിയ വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ തന്നെ ഷാർഫിൻ ആൻറ്റിനെയും ഇൻഡിക്കേറ്റർ സ്പോയിലർ, സ്റ്റോപ്പ് ലാമ്പ്, ഡിഫോഗർ, അതുപോലെ സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. താഴെയായിട്ടും ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗവും അലൂമിനിയം ഫിനിഷുള്ള ഭാഗവും ഇവിടെ ഒരു സ്റ്റീൽ ലൈനൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ വീൽ ബേസിലൊന്നും മാറ്റമില്ലാത്തതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിലൊന്നും യാതൊരു മാറ്റവുമില്ല. ഇതിൽ കുറേ സാധനങ്ങൾക്ക് ഇരിപ്പുണ്ട്, നമ്മുടെ അല്ല കേട്ടോ. എന്തായാലും വിശാലമായ ബൂട്ടൊക്കെ അതേപടി കൊടുത്തിരിക്കുന്നു. ഞാൻ ഒത്തിരി വിശദമായിട്ട് പറയാത്തത് നമ്മൾ വിശദമായ ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. 2 എഞ്ചിൻ ഓപ്ഷൻസ് ഉള്ള TSI എന്ന് പറയുന്ന 1 ലിറ്റർ TSI മോഡലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇത് GT മോഡലാണ്. ഇവിടെയാണ് നേരത്തെ ഈ ഒരു ഫെൻഡറിലായിരുന്നു GT എന്നുള്ള ബാഡ്ജിങ് ഉള്ളതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഈ ഒരു ഡോറിലേക്ക് അത് മാറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് അലോയ് വീലിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ റെഡ് കാലിപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പോർട്ടി മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു GT മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. ആ GT എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെയും കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് എക്സ്റ്റീരിയറിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാവുന്നത്. എന്തായാലും പഴയ ടൈഗൂണിനേക്കാളും വളരെ ഭംഗിയായിട്ടുണ്ട്. മുൻഭാഗത്ത് ആ ഒരു പക്ക യൂറോപ്യൻ ലുക്ക് വന്നപ്പോൾ ടൈറോണിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് GTയുടെ ഇൻറ്റീരിയർ കാണാൻ തോന്നും. അതാണ് കുറച്ചുകൂടി ഭംഗിയുള്ളത്, അതൊന്ന് കാണാം. അപ്പോൾ GT മോഡലിൻ്റെ ഉൾഭാഗം നമ്മൾ കാണുന്നത് ഇത് ഫുൾ ബ്ലാക്ക് നിറമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വേരിയൻസ് അനുസരിച്ച് 6 കളേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഡ്യുവൽ കളേഴ്സും ഒക്കെ ഇൻറ്റീരിയറിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് ഏറ്റവും ഭംഗിയുള്ള ഇൻറ്റീരിയർ എന്നാണ്. ഇവിടെ GT എന്നുള്ള ബാഡ്ജിങ്ങും അതുപോലെ റെഡ് സ്റ്റിച്ചിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അല്പം കൂടി വലിയ സ്ക്രീനാണ്. ഇപ്പോൾ 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. അതിലിപ്പോൾ പ്രധാനമായിട്ട് AI ബേസ്ഡ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ റിയൽ ടൈം ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങളും അത്തരം കാര്യങ്ങളെല്ലാം വരാൻ വേണ്ടി ഈ ഒരു AI സപ്പോർട്ടോടുകൂടിയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ക്യാമറയുടെ കാര്യത്തിൽ ഇതാണ് നിങ്ങൾ കാണുന്നത്. റെസൊല്യൂഷൻ പോരാ, അതുപോലെ 360 ഡിഗ്രി ക്യാമറ അല്ല, പക്ഷേ പാർക്കിംഗ് സെൻസേഴ്സൊക്കെ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കി ഇതിൻ്റെ അതെല്ലാം കണക്റ്റഡ് ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്.
വയർലെസ് ചാർജിങ് പാഡ് ഇവിടെ കൊടുത്തിരിക്കുന്നു. 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഉണ്ട് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റ്. ഇവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച്, ഇത് ഗിയർ ലിവറിൻ്റെ ലെതർ റാപ്ഡായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം, 2 കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ ആംറസ്റ്റും അതിൻ്റെ താഴെ കുറച്ച് സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് സീറ്റുകൾ, ഫ്രണ്ടിലെ 2 സീറ്റും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. പിന്നെ പനോറമിക് സൺറൂഫ് ടോപ്പ് എൻഡ് മോഡലിൽ വന്നിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായിട്ട് പറയാം. അവിടെ ഫുൾ ബ്ലാക്കാണ്, ഈവൻ റൂഫ് പോലും ബ്ലാക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള മറ്റൊരു സവിശേഷതയായിട്ട് പറയാം. സ്റ്റിയറിംഗ് വീല് നല്ല ഭംഗിയാണ്, കാരണം GTയുടെ സ്റ്റിയറിംഗ് വീലിൽ ആ ഒരു റെഡ് എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ റെഡ് വന്നിരിക്കുന്നു. ഇവിടെ 10.1 ഇഞ്ചിൻ്റെ വലിയ ഒരു സ്ക്രീനാണ് ഇപ്പോൾ മീറ്റർ കൺസോളിൻ്റെ ഭാഗത്ത് കാണുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് ഡോർ ലോക്കിൻ്റെ സ്വിച്ച്, അതുപോലെ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചുകൾ, പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. GT മോഡലിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ടുണ്ട്. കളേഴ്സിൻ്റെ കാര്യത്തിൽ ഇവിടെയൊക്കെ ചെറിയ എലമെൻറ്റുകളും അതുപോലെ തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷും മറ്റ് ബ്ലാക്ക് ഫിനിഷും എല്ലാം കൂടെ കൊടുത്ത് ആ ഭാഗമൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ TSI മോഡലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ബ്ലാക്ക് അല്ല കൊടുത്തിരിക്കുന്നത്, ഡ്യുവൽ ടോൺ ആണ്. ഇവിടെ ഒരു ബീജ് അല്ലെങ്കിൽ ഒരു ആഷ് എന്നൊക്കെ പറയാം, ഒരു ലൈറ്റ് ആഷ് ബീജ് എന്നൊക്കെ പറയുന്ന നിറമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ബ്ലാക്ക്, ഇവിടെ ചെറിയൊരു എന്താ പറയുക മെറ്റാലിക് ഫിനിഷ് ആണെങ്കിൽ പോലും ഒരു വുഡിൻ്റെ ഫിനിഷ് പോലുള്ള ഭാഗം അത് കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഈ സീറ്റിൻ്റെ ബീച്ച് നിറം തന്നെ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഭംഗി ബ്ലാക്ക് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്, പാഡൽ ഷിഫ്റ്റേഴ്സൊക്കെ ഇതിനും കൊടുത്തിട്ടുണ്ട്, പനോറമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ ഇപ്പം ഇതിൻ്റെ ഒരു സഹോദരൻ എന്ന് വിളിക്കുന്ന കുഷാക്ക്, സ്കോഡ കുഷാക്ക് അടുത്ത കാലത്താണ് വന്നത്. അതിൻ്റെ പിന്നിൽ മസാജ് സീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു Volkswagen ഗ്രൂപ്പിലെ വാഹനങ്ങളുടെ കാര്യത്തിലും ആദ്യമായിട്ടാണ്, അതുപോലെ സെഗ്മെൻറ്റിലും ആദ്യമായിട്ടാണെന്നൊക്കെ കമ്പനി പറയുന്നു. അത് പക്ഷേ ഈ ഒരു വാഹനത്തിൽ മിസ് ചെയ്തിരിക്കുകയാണ്, അത് ഇതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും ആ 2 വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട GTയിലും ഇതിലായാലും ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഒക്കെ വയർലെസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു കാര്യമായിട്ട് പറയാം. അതുപോലെ തന്നെ ഡോർ പാഡിലൊക്കെ ബോട്ടിൽ വയ്ക്കാവുന്ന കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദമായ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും വിശദമായിട്ട് കാണിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ നമുക്ക് നാളെ കിട്ടാൻ പോകുന്നത് ഏത് വേരിയൻ്റ് ആണെന്ന് അറിയില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പുതിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ട 1 ലിറ്റർ TSI എഞ്ചിനിൽ ഒരു 8 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് വന്നു എന്നുള്ള കാര്യമാണ്. നേരത്തെ അത് 6 സ്പീഡ് ആയിരുന്നു. എന്നാൽ ഈ ഒരു 1.5 ലിറ്റർ TSI പെട്രോൾ എഞ്ചിനിൽ ഇപ്പോഴും ഉള്ളത് 7 സ്പീഡ് DSCയും 6 സ്പീഡ് മാനുവലുമാണ്. ആ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ GT മോഡലും അതുപോലെ തന്നെ 1 ലിറ്റർ TSI മോഡലുമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ GT മോഡൽ ഇപ്പോൾ പുതുതായിട്ട് 4 വീലുകളിലും ഡിസ്ക് ബ്രേക്ക് വന്നു. കൂടാതെ 6 എയർ ബാഗുകൾ, അതുപോലെ തന്നെ ABS ABD അതെല്ലാം സ്റ്റാൻഡേർഡായിട്ട് അക്രോസ് വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ് കുറവായിട്ട് പറയുന്ന കാര്യം. കൂടാതെ ഇപ്പോൾ ആ കാണുന്ന പുതിയ ഒരു നിറമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതും പുതിയതല്ലേ, ഈ കാണുന്ന കളർ പുതുതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ 2 പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വില പ്രഖ്യാപിച്ചിട്ടില്ല, ഉടൻ തന്നെ പ്രഖ്യാപിക്കും. അപ്പോൾ കുഷാക്കിൻ്റെ വിലയുമായിട്ട് ഏകദേശം സാമ്യമുള്ള വിലയായിരിക്കും വരാൻ പോകുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ വിശദമായ ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ നാളെ ചണ്ഡീഗഡിൽ നിന്ന് ജമ്മുവിലേക്കാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ആ സമയത്ത് നമുക്ക് ഈ ഒരു എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പുതിയ ഗിയർ ബോക്സ് ഉള്ള മോഡൽ കിട്ടുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വിശദമായ ടെസ്റ്റ് ഡ്രൈവ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ Volkswagen ടൈഗൂണിൻ്റെ പ്രത്യേകതയായിട്ട് പറയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ വിശദമായ ടെസ്റ്റ് ഡ്രൈവ് കാണുന്നവരെ ബൈ.